ഇന്ന് രാവിലെ മുതൽ മെയിൻ സ്ട്രീമില് കോടതി വിധി തേടിയുള്ള കുറച്ച് ആളുകളുടെ ഫോട്ടോയാണ് നിറഞ്ഞു നിൽക്കുന്നത്, ബ്രേക്കിംഗിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ രാഹുലിന്റേത് ഗുരുതരമായ തെറ്റാണെങ്കിൽ പോലും അതൊരു വിഷയമാണെങ്കിൽ പോലും ശബരിമലയോളം അല്ലെങ്കിൽ ശബരിമലയുടെ മുകളിൽ ആ ഒരു വിഷയത്തിന് പ്രാധാന്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയല്ലേ. നമുക്കറിയാം ശബരിമല അത്രത്തോളം ഇത് ഇപ്പൊ ഈ കേസുകൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം, അതായത് വ്യക്തി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരാളുടെ വിഷയമാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടി പ്രതിരോധത്തിലാകുന്ന ചില അവസ്ഥകളും അതിനകത്തുണ്ട്. കാരണം രാഹുൽ കോൺഗ്രസിന്റെ MLA ആയതുകൊണ്ട് ചെറിയ രീതിയിൽ കോൺഗ്രസോട് പ്രതിരോധത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇനിയൊന്നും പറയാനില്ല. അവർ പറഞ്ഞു കഴിഞ്ഞു, ഒരു തവണ നടപടി എടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് എന്താണ് ഇനി പറയേണ്ടത്? MLA തുടരുന്നത് പാർട്ടി MLA ആക്കുന്നതിനേക്കാൾ ഉപരി ജനങ്ങളാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നെ കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അല്ല, അതില് പ്രതിരോധത്തിലാകുക എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു കരുത്തനായിട്ടുള്ള നേതാവായിരുന്നു, കോൺഗ്രസിനെ കൂടുതൽ നയിച്ചിട്ടുള്ള ആളായിരുന്നു. ഇപ്പൊ രാഹുലിന്റെയൊക്കെ കാലഘട്ടത്തിലാണ് കൂടുതൽ ആളുകൾ പ്രസ്ഥാനത്തിലേക്ക് ചേർന്ന് നിന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇനി എന്തൊക്കെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിനെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഒരു ശക്തനായിട്ടുള്ള നേതാവ് കടന്നു വരുമ്പോൾ ആ ശക്തരായിട്ടുള്ള നേതാക്കളുടെ കീഴിൽ ഒരുപാട് അണികൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഒരുപാട് പേര് പലപ്പോഴും കോൺഗ്രസിന് പല കാര്യങ്ങളും പ്രതിരോധിക്കാൻ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എത്രയൊക്കെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും CPM-ന്റെയും BJP-യുടെയും ഒക്കെ ക്യാപ്സ്യൂളുകളുടെ അത്രയും കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയാറില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചാനൽ ചർച്ചകളിലാണെങ്കിൽ പോലും എന്നും സോഷ്യൽ മീഡിയകളിൽ CPM-നെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകന് അത് പ്രതിരോധിക്കാനായിട്ട് ആ വീഡിയോ കാണിച്ചാൽ മതി. ഒരു നാട്ടിലൊരു ഒരു പ്രവർത്തകന് ഒരു CPM-കാരനുമായിട്ട് അല്ലെങ്കിൽ CPM-കാരൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടുന്ന ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് സ്റ്റാറ്റസുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനോ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു നേതാവിന്റെ വാക്കുകളിൽ നിന്നാണല്ലോ കൂടുതൽ ആർജവം ഉണ്ടാകുന്നതും കൂടുതൽ ആളുകൾ അവരോടൊപ്പം ചേർന്ന്. അങ്ങനെ തന്നെയായിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ. പക്ഷെ നമ്മള് ശബരിമലയിലേക്ക് വരുമ്പോ അപ്പൊ അതുകൊണ്ടാണ് രാഹുൽ അവിടെ പ്രതിരോധത്തിലാവുന്നതും കോൺഗ്രസ് അവിടെ പ്രതിരോധത്തിലാവുന്നതും. ഇപ്പോ കോൺഗ്രസിന്റെ ആരും അറിയാത്തൊരു നേതാവായിരുന്നെങ്കിൽ ഇത് എങ്ങും എത്താതെ പോയാൽ അല്ലെങ്കിൽ ഇത്രത്തോളം മാധ്യമ ശ്രദ്ധയോ മറ്റു കാര്യങ്ങളൊന്നും ലഭിക്കില്ല. പക്ഷെ ശബരിമല വിഷയം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഈ CPM-ന്റെ ഒരു സൈബർ ഹാൻഡിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സൈബർ ഹാൻഡിലിംഗ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുന്ന ഒരു വിധം, അത് എനിക്കൊന്നു പിണറായി വിജയൻ സഖാവിന്റെ ഒരു ഭാഗ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള PR സ്ട്രാറ്റജിക്കൽ മൂവ് ആണെന്ന് പറയാം. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ മാറ്റി നിർത്താൻ പാകത്തിലുള്ള മറ്റൊരു വാർത്ത അത് എങ്ങനെയാണെങ്കിലും അത് ഏത് വിഷയത്തിലാണെങ്കിലും ഇത്രയും നാളത്തെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എടുത്തു നോക്കിക്കോളൂ. ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കത്തക്ക വിധത്തിലുള്ള മറ്റൊരു വാർത്ത അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുന്ന. തീർച്ചയായിട്ടും ഈ ശബരിമല വിഷയത്തിലാണെങ്കിലും അത്രത്തോളം ക്രൂഷ്യലായി കടകംപള്ളിക്കെതിരെ വിരൽ ചൂണ്ടുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തില് രാഹുലിനെതിരെ പരാതിയുമായി പെൺകുട്ടികൾ മുന്നോട്ട്. രാഹുലിന്റെ വിഷയം ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരാഴ്ചക്കാലം, അതായത് ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ശബരിമല തന്നെ ആയേനെ. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിരോധിക്കാൻ പറ്റിയൊരു വിഷയവും ശബരിമലയാണ്. രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കണ്ടു കഴിഞ്ഞാൽ ഒരു സർക്കാർ കയറിയതിനു ശേഷം അവിടെ നടത്തിയിട്ടുള്ള കോടികളുടെ അഴിമതി കഥകൾ ഇപ്പോ ഓരോ ദിവസവും, കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളുണ്ടായിരുന്നു പാത്രങ്ങൾ, ശബരിമലയിൽ വാങ്ങിച്ച പാത്രങ്ങൾ പോലും മോഷ്ടിച്ചുകൊണ്ടുപോയിട്ടുള്ള സഖാക്കന്മാരാണ് ശബരിമലയിൽ ഉള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആരെങ്കിലും അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇതെല്ലാം മൂടിപ്പോയി. ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വീണ്ടും വാർത്തകൾ ശബരിമല സജീവമായത്. വാസുവിനും പത്മകുമാറിനും ജാമ്യമില്ല എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അവരെ രണ്ടുപേരെയും വീണ്ടും ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ പോകുമ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം പത്മകുമാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഞാൻ മാത്രമല്ല കുറ്റം ചെയ്തിട്ടുള്ളത്, മന്ത്രിയും തന്ത്രിയും ആരും അറിയാതെ അല്ല, ഒരുപാട് പേർ ഇതിനകത്തുള്ള കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇതിനകത്ത് ഒരുപാട് പേർ കൂട്ടുത്തരവാദിത്തമുണ്ട്. അവിടെ ഞാൻ മാത്രം എങ്ങനെയാണ് പ്രതിയാകുന്നത് എന്നൊരു ചോദ്യം പത്മകുമാർ ചോദിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ കേസ് റിലവന്റ് ആവുന്നത്. അവിടെയാണ് ഒരു സംസ്ഥാന സർക്കാരിന് ഇതിൽ എങ്ങനെ കൈ കടത്തിയിട്ടുണ്ട് എന്നൊരു ചോദ്യം വരുന്നത്. അല്ല, പക്ഷെ ഇപ്പോഴും തങ്ങൾക്കെതിരെ വന്ന ഈ ഒരു വിഷയം നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ
അവർക്കെതിരെ എന്തൊരു വിഷയം വന്നാലും സൈബർ ഹാൻഡിലുകൾ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം മുൻപിലിട്ടുകൊണ്ട് തടയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ജനങ്ങൾക്കാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് അറിയണമെന്നില്ല. ഈ പറയുന്ന ഈ മസാല കൂടി അല്ലെങ്കിൽ ഇക്കിളി കഥകളായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണെങ്കിലും അങ്ങനെയുള്ള സ്ത്രീ വിഷയങ്ങൾ അറിയാനാണ് പൊതുജനത്തിന് താല്പര്യം. പക്ഷെ രാഹുലിനെതിരെ പരാതി പൊതുജനത്തിന്റെ താല്പര്യമാണോ അതോ മാധ്യമങ്ങളുടെ താല്പര്യമാണോ? മാധ്യമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് ജനങ്ങൾക്കിടയിലേക്ക്. കാരണം മാധ്യമങ്ങൾക്കറിയാം ഏറ്റവും കൂടുതലും റിട്ടൻഷൻ റേറ്റ് കിട്ടാൻ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലായിരിക്കുമെന്ന്. അപ്പൊ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആർക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരമില്ല, അവരത് അന്വേഷിക്കാറ് പോലില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വിപരീതമാണ്. ഏത് പെൺകുട്ടി എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്നതിനപ്പുറത്തേക്ക് ഇനി വേറെ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള എല്ലാ കഥകളും രാഹുൽ മാങ്കൂട്ടി ഒളിവിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് വരെ ജനങ്ങളും മാധ്യമങ്ങളും കൃത്യമായിട്ട് ഊഹിച്ചല്ല പറയുന്ന രീതിയിലേക്ക് ജനങ്ങൾ അത്തരത്തിലുള്ള അപ്ഡേറ്റഡ് ആകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള വിഷയത്തിൽ ജനങ്ങളെക്കാൾ താല്പര്യം മാധ്യമങ്ങൾക്കാണ്. കാരണം ഇത് കാണാൻ കൂടുതൽ ആളുകൾ വരും, ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയും. ഭാഗ്യമുള്ളൊരു സർക്കാർ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം 2 തവണ അധികാരത്തിൽ വന്നു, 3-ാം തവണ അധികാരത്തിൽ വന്നപ്പോഴാണെങ്കിലും പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ അടിച്ചമർത്താൻ സാധിക്കുന്ന ഒരു വിഷയം കയ്യിൽ കിട്ടുക, അതിനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ എത്തുമ്പോൾ പോലും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളൊക്കെ ചർച്ച ചെയ്യപ്പെടാതെ ഈ വിഷയം മാത്രം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ CPM ഇപ്പോ ശബരിമല വിഷയത്തിൽ എടുത്ത സ്റ്റാൻഡ് എന്നാണ്. കൃത്യമായിട്ടൊരു മറുപടി പോലും ഇതുപോലെ ഒരു നേതാക്കന്മാർ പോലും CPM-ന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടില്ല. അതിനപ്പുറത്തേക്ക് പ്രതികളായിട്ടുള്ള വ്യക്തികൾ എന്നും പാർട്ടിക്കകത്ത് തന്നെ തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. പാർട്ടിയോട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനോട് രാഹുലിന്റെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുമ്പോഴും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തൊരു തീരുമാനം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, പാർലമെന്റ് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. രാഹുൽ ആണെങ്കിൽ പോലും അന്ന് നിയമസഭയിലേക്ക് കടന്നു വന്ന എങ്ങനെയാണ് ബാക്കി എല്ലാവരും ഫ്രണ്ടിലിരിക്കുമ്പോൾ രാഹുൽ മാത്രം ഒറ്റയ്ക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ട്. അപ്പം രാഹുൽ തന്നെയാണ് പിന്നീട് ഇതിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. ഇപ്പം രാഹുലുമായിട്ട് ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ വളരെ വലിയ വിവാദപരമായിട്ടുള്ള വിഷയങ്ങളാണ് വരുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിക്കാൻ പാകത്തിന് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും CPM-കാർ അല്ലെങ്കിൽ ഇവിടുത്തെ DYFI-കാരാണെങ്കിലും SFI-കാരാണെങ്കിലും ചെയ്യുന്ന സമരത്തിന്റെ അത്ര പോലും ചെയ്യാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നിടത്താണ് കോൺഗ്രസിന്റെ തോൽവി എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ജനകീയ വിഷയങ്ങൾ എന്നെല്ലാം ഇടപെട്ടിട്ടുണ്ടോ അതെല്ലാം കോൺഗ്രസിന് കൃത്യമായിട്ട് അത് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസ് ശക്തമാകുന്നില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ശബരിമല വിഷയം വരുന്നു, അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള സ്വർണ്ണവേട്ട, ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ്. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാനും പ്രതിഷേധമായിട്ടാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ DYFI-ക്കാർ എങ്ങനെയാണ് പ്രതിഷേധവുമായിട്ട് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ കോറിയിടുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഓരോ ആളുകൾക്കും കൃത്യമായിട്ട് എത്തുന്ന വിധത്തിൽ അത് കൃത്യമായിട്ട് കൊണ്ടെത്തിക്കാൻ ഇവിടുത്തെ DYFI-ക്കാർക്കാണെങ്കിലും കഴിയുന്നുണ്ട്. ഇപ്പൊ രാഹുലുമായി നടത്തിയിട്ടുള്ള ഓരോ സമരങ്ങളും എടുത്തു നോക്കിയാൽ മതി, അത്തരത്തിലുള്ള സമരങ്ങളാണ്. അപ്പോ ശബരിമല വിഷയവുമായിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെടുത്ത സമരങ്ങൾ ഒന്ന് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു സമരം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു വിഷയത്തെ ഏറ്റെടുത്തുള്ളത് എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്. അവിടെയാണ് CPM-ഉം കോൺഗ്രസും തമ്മിലൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും പിണറായി വിജയൻ സഖാവിന്റെ ഒരു കഴിവായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗ്യമായിരിക്കാം, എങ്ങനെയാണെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിന് മറ്റൊരു വിഷയം അവിടെ ഉണ്ടായിരിക്കും.